Lord thy God in the midst of thee. He is mighty, He will save thee, will rejoice over thee with joy, with joy. He will save thee. He is mighty. He will save thee. Will rejoice over thee With joy, with joy. the Lord thy God in the midst of thee. In the midst of thee, The Lord thy God in the midst of thee. in the midst of thee, Is mighty, He will save thee. is mighty, He will save thee. will rejoice over thee With joy, with joy. He is the God of Abraham. Abraham, He is the God of Isaac. Isaac, He is the God of Jacob. Jacob. He is the God who came down to us. His name is Jesus, 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 Jesus. The name that heals you. Jesus heals you. The name that saves you. Jesus saves you. The name above all names, before whom all knees shall bow, all tongue confess that Jesus Christ is Lord. The name above all names, before whom all knees shall bow, all tongue confess that Jesus Christ is Lord. Jesus Christ is Lord. Jesus Christ is Lord. Jesus Christ is Lord. Jesus Christ is Lord of all nations. Jesus Christ is Lord. Jesus Christ is Lord. Jesus Christ is Lord. Jesus Christ is Lord of all nations. He is the God of righteousness. Righteousness, He is the God of justice. justice. His word has overcome the enemy of my soul. He is the mighty deliverer. Jesus Christ is Lord. Jesus Christ is Lord. Jesus Christ is Lord. Jesus Christ is Lord. He 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 is Lord. Jesus Christ is Lord. All nations. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി വളരെ സന്തോഷത്തോടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് എല്ലാ ആരാധനയും സ്തുതിയും നന്ദിയും അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾ കാണുന്നത് പോലെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കവനന്റ് പീപ്പിൾ തുടങ്ങിക്കഴിഞ്ഞിട്ട്
ആദ്യമായിട്ട് കർത്താവിൻ്റെ വലിയൊരു ദാനമാണ് ഒരു ധ്യാനമന്ദിരമായിട്ട് ഇത് പണിതെടുക്കുക. അപ്പർ റൂം എന്ന പേരിൽ ഒരിക്കലും ചിന്തയിൽ കൂടി പോലും പോയിട്ടില്ല, ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ കർത്താവിൻ്റെ പ്ലാനുകൾ നമ്മുടെയൊക്കെ ആലോചനയ്ക്കൊക്കെ വളരെ ദൂരെയാണ്. കർത്താവ് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെയാണെന്ന് പോലും വിചാരിക്കാത്ത കാലത്ത് ഇതുപോലെ മനോഹരമായ ആദിമസഭയിലുണ്ടായിരുന്ന ആ അപ്പർ റൂമിനെ സൂചിപ്പിച്ചുകൊണ്ട് ആ ഓർമ്മയ്ക്കായിട്ട് കർത്താവ് തന്ന പേരാണ് അപ്പർ റൂമെന്നും ഒക്കെ നിർമ്മിച്ചതും. ഒരു വർഷത്തോളമായിട്ട് നമ്മൾ ലോക്ക്ഡൗണിലാണെങ്കിലും കർത്താവ് നമുക്കൊരു കുറവും വരുത്തിയിട്ടില്ല. എല്ലാ ദിവസവും തന്നെ ആരുടെയെങ്കിൽ വചനങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ന്യൂസ് ഈ കൊറോണ വൈറസ് കൂടിക്കൊണ്ടിരിക്കുക. എങ്കിലും കർത്താവ് നമുക്കൊരു കുറവും വരുത്തുകയില്ല. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ എൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ, എൻ്റെ പുറകെ നോക്കുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എൻ്റെ കൂടെ പാടിയിരുന്നവർ കവനന്റ് പീപ്പിളിലുള്ളവരാണെങ്കിലും കോട്ടയത്തും കാഞ്ഞിരപ്പള്ളിയിലൊക്കെ ഒന്നിച്ച് നിന്നുകൊണ്ടാണ് പാടിയെങ്കിൽ ഇപ്പോൾ കർത്താവ് ഇത് പുതിയ ഒരു പ്രവൃത്തി ആരംഭിക്കുകയാണ്. ഓരോ സ്ഥലത്തും കർത്താവ് സ്ഥാപിച്ചിട്ടുള്ള കവനന്റ് പീപ്പിളിൻ്റെ ആരാധന സ്ഥലത്ത് ആ സ്ഥലത്തെ ദൈവമക്കളെ ഉപയോഗിച്ച് ഒരു മ്യൂസിക് മിനിസ്ട്രി ആരംഭിക്കുകയാണ്. അതിൻ്റെ കാരണം അതിൻ്റേതായിട്ടാണ് അപ്പർ റൂമിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് വരുന്ന ഈ സഹോദരി സഹോദരന്മാരെല്ലാം കൂടെ ഒന്നിച്ച് നിന്ന് ഈ ആരാധന ആരംഭിക്കുകയാണ്. ഇത് കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആരംഭിക്കുന്നു. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പാടാം. എണ്ണമില്ലാ നന്മകൾ. എന്റെ നാമം ചൊല്ലിടുവാനാ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ എണ്ണമില്ല നന്മകളെന്നിൽ ചൊരിയും മന്ദയോർക്കുമ്പോ നന്ദിയല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ സ്വസ്ത്രമല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ നിന്റെ സ്നേഹമോർക്കുമ്പോൾ, കൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിന്റെ സ്നേഹമോർക്കുമ്പോൾ, കൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ സാധുവാകും എന്നെ സ്നേഹിച്ചു, സ്വന്ത ജീവൻ തന്ന സ്നേഹമേ നന്ദിയല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ സാധുവാകും എന്നെ സ്നേഹിച്ചു, സ്വന്ത ജീവൻ തന്ന സ്നേഹമേ നന്ദിയല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ നിന്റെ സ്നേഹമോർക്കുമ്പോൾ, കൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിന്റെ സ്നേഹം
സ്നേഹമോർക്കുമ്പോൾ കൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ കാൽവരി സ്നേഹമോർക്കുമ്പോൾ ഉള്ളം നിറയും എന്റെ പ്രിയനേ. നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാമം ചൊല്ലിടുവാനാ. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാമം ചൊല്ലിടുവാനാ. കാൽവരിയിൽ സ്നേഹമോർക്കുമ്പോൾ ഉള്ളം നിറയും എന്റെ പ്രിയനേ. നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാമം ചൊല്ലിടുവാനാ. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാമം ചൊല്ലിടുവാനാ. സ്നേഹമോർക്കുമ്പോൾ കൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. സ്നേഹമോർക്കുമ്പോൾ കൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ we worship you, Lord. We adore you, Lord. We thank you and praise you, Lord. Hallelujah. Yeshua Aradhana, Yeshua Mohodam Gathave. Hallelujah. We worship you, Lord. Thank you, Lord. We thank you, Father. We thank you for blessing us with thy mercy and kindness. We thank you for blessing us with everlasting love. We love you. We worship you. We adore you, Lord. You are great and mighty. You are wonderful. You are precious. Hallelujah. Blessed be the name. Blessed be the name of the Lord. Blessed be the name of Jesus. Hallelujah. Glory. Hallelujah. Oh, hallelujah. Glory. Hallelujah. Jesus. Hallelujah. We love you. We worship you, Lord. We adore you, Lord. Hallelujah. Sargamanikim. Hallelujah. Thank you, Father. Thank you, Holy Spirit. Thank you for blessing us with thy presence, with thy might, with thy strength, with thy abundant life. We love you. We worship you, Father. We give you glory, we give you honor, we give you praise. You are great and mighty. You are wonderful. Hallelujah. Thank you, Jesus. Thank you. ഉദ്ധിതൻ മഹത്വത്തെ അവൻ സൗന്ദര്യം വർണ്ണിപ്പാൻ സാധ്യമേ. സ്വർഗം വർണ്ണിക്കും ഉദ്ധിതൻ മഹത്വത്തെ അവൻ സൗന്ദര്യം വർണ്ണിപ്പാൻ സാധ്യമേ. നീ എന്നും വാണിടും, നീ എന്നും വാണിടും സിംഹാസനം തന്നിൽ, സിംഹാസനം തന്നിൽ കുഞ്ഞാടെ വണങ്ങാം, വണങ്ങാം ആരാധിച്ചിടുന്നേ. നീ എന്നും വാണിടും, നീ എന്നും വാണിടും സിംഹാസനം തന്നിൽ, സിംഹാസനം തന്നിൽ കുഞ്ഞാടെ വണങ്ങാം, വണങ്ങാം ആരാധിച്ചിടുന്നേ. സ്വർഗം വർണ്ണിക്കും ഉദ്ധിതൻ മഹത്വത്തെ അവൻ സൗന്ദര്യം വർണ്ണിപ്പാൻ സാധ്യമേ. സ്വർഗം
പാരസാധ്യമേ. നീ എന്നും വാണിടും, നീ എന്നും വാണിടും സിംഹാസനം തന്നിൽ, സിംഹാസനം തന്നിൽ കുഞ്ഞാടേ വാഴനാം, വാഴനാം ആരാധിച്ചിടുന്നേ. നീ എന്നും വാണിടും, നീ എന്നും വാണിടും സിംഹാസനം തന്നിൽ, സിംഹാസനം തന്നിൽ കുഞ്ഞാടേ വാഴനാം, വാഴനാം ആരാധിച്ചിടുന്നേ. ഉദ്ഘോഷിക്കാം ഉദ്ഭീതൻ തൻ മഹത്വത്തെ, ക്രൂശേറിയോ മാനവൻ തൻ രക്ഷയ്ക്കായി. ഉദ്ഘോഷിക്കാം ഉദ്ഭീതൻ തൻ മഹത്വത്തെ, ക്രൂശേറിയോ മാനവൻ തൻ രക്ഷയ്ക്കായി. നീ എന്നും വാണിടും, നീ എന്നും വാണിടും സിംഹാസനം തന്നിൽ, സിംഹാസനം തന്നിൽ കുഞ്ഞാടേ വാഴനാം, വാഴനാം ആരാധിച്ചിടുന്നേ. നീ എന്നും വാണിടും, നീ എന്നും വാണിടും സിംഹാസനം തന്നിൽ, സിംഹാസനം തന്നിൽ കുഞ്ഞാടേ വാഴനാം, വാഴനാം ആരാധിച്ചിടുന്നേ. Forever you will be, forever you will be the Lamb upon the throne, the Lamb upon the throne. I gladly bow my knee, bow my knee and worship you alone. Forever you will be, forever you will be the Lamb upon the throne, the Lamb upon the throne. I gladly bow my knee, bow my knee and worship you alone. I will proclaim the glory of the risen Lord, who once was slain to reconcile man to God. I will proclaim the glory of the risen Lord, who once was slain to reconcile man to God. Forever you will be, forever you will be the Lamb upon the throne, the Lamb upon the throne. I gladly bow my knee, bow my knee and worship you alone. Forever you will be, forever you will be the Lamb upon the throne, the Lamb upon the throne. I gladly bow my knee, bow my knee and worship you
Blessed be the name, hallelujah, glory, hallelujah, hallelujah, hallelujah. Jesus, we love you, we worship you, we adore you, Lord, hallelujah. Thank you, Father, thank you, Holy Spirit. Blessed be the name, blessed be the name, hallelujah. ആരാധ്യനേ ക്രിസ്തുവേ ആരാധ്യനേ കുഞ്ഞാടേ എന്നും യോഗ്യനേ ഹല്ലേലൂയ യേശുവേ ആരാധ്യനേ ക്രിസ്തുവേ ആരാധ്യനേ കുഞ്ഞാടേ എന്നും യോഗ്യനേ ഹല്ലേലൂയ വഴിയും സത്യവും യേശു എനിക്ക് ജീവൻ നൽകിയ ഇടയൻ ജീവന്റെ വഴിയും സത്യവും യേശു എനിക്ക് ജീവൻ നൽകിയ ഇടയൻ ജീവിതത്തിൽ സമാധാന പ്രഭുവായി വാണിടട്ടെ എന്നും വാണിടട്ടെ യേശുവേ ആരാധ്യനേ ക്രിസ്തുവേ ആരാധ്യനേ കുഞ്ഞാടേ എന്നും യോഗ്യനേ ഹല്ലേലൂയ യേശുവേ ആരാധ്യനേ ക്രിസ്തുവേ ആരാധ്യനേ കുഞ്ഞാടേ എന്നും യോഗ്യനേ ഹല്ലേലൂയ പകരാതെ നിൽപ്പാൻ പരിശുദ്ധാത്മാവിൽ അഭിഷേകം നൽകി കഷ്ടനഷ്ട ശോധനയിൽ പതരാതെ നിൽപ്പാൻ പരിശുദ്ധാത്മാവിൽ അഭിഷേകം നൽകി മരുഭൂ പ്രയാണത്തിൽ പതറി വിടാതെ മേഘത്തണലിൽ സ്വാതന്ത്ര്യമേകി മരുഭൂ പ്രയാണത്തിൽ പതറി വിടാതെ മേഘത്തണലിൽ സ്വാതന്ത്ര്യമേകി യേശുവേ ആരാധ്യനേ ക്രിസ്തുവേ ആരാധ്യനേ കുഞ്ഞാടേ എന്നും യോഗ്യനേ ഹല്ലേലൂയ യേശുവേ ആരാധ്യനേ ക്രിസ്തുവേ ആരാധ്യനേ കുഞ്ഞാടേ എന്നും യോഗ്യനേ ഹല്ലേലൂയ കേട്ട പരൻ മുഴൻ തന്നെ യാചന കേട്ടനാഥൻ കുരുടൻ നിലവിളി കേട്ട പരൻ മുഴൻ തന്നെ യാചന കേട്ടനാഥൻ പക്ഷവാത രോഗി മനസ്സറിഞ്ഞോന് അതിമഹത്തായ പ്രതിഫലമേ പക്ഷവാത രോഗി മനസ്സറിഞ്ഞോന് അതിമഹത്തായ പ്രതിഫലമേ യേശുവേ ആരാധ്യനേ ക്രിസ്തുവേ ആരാധ്യനേ കുഞ്ഞാടേ എന്നും യോഗ്യനേ ഹല്ലേലൂയ യേശുവേ ആരാധ്യനേ ക്രിസ്തുവേ ആരാധ്യനേ കുഞ്ഞാടേ എന്നും യോഗ്യനേ ഹല്ലേലൂയ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ഓ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ എന്റെ പാറയാകും യേശുനാഥാ എന്നെ കാക്കും ദൈവം നീയേ എന്റെ പാറയാകും യേശുനാഥാ എന്നെ കാക്കും ദൈവം നീയേ മഹിമയും ബലവും നിറഞ്ഞവനേ എന്നുമെന്ന് സ്തുതി നിനക്ക് മഹിമയും ബലവും നിറഞ്ഞവനേ എന്നുമെന്നും സ്തുതി നിനക്ക്
ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ഓ ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപയെന്നിൽ തന്നല്ലോ നീ, എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപയെന്നിൽ തന്നല്ലോ നീ. യേശുനാഥ നീ എൻ ബലമായതാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ നീ എൻ ബലമായതാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ഓ ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. ചിറകുകളിൽ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ, ചിറകുകളിൽ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. വിശുദ്ധനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ, വിശുദ്ധനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ഓ ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. ജീവനുള്ള കാലമെല്ലാം നിന്നെ സ്തുതിച്ചു പാടിയിടുമേ, എന്നിൽ ജീവനുള്ള കാലമെല്ലാം നിന്നെ സ്തുതിച്ചു പാടിയിടുമേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ, നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ഓ ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ, എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്നും സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്നും സ്തുതി നിനക്ക്. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ഓ ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ഓ ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. Hallelujah, glory, hallelujah. We
worship you, Lord. We adore you, Lord. We thank you and praise you, Lord. Hallelujah. Yeshua, Arazana, Yeshua, Mohodam, Gatave. Hallelujah. Blessed be the name. Hallelujah. Glory. Hallelujah. Hallelujah. Jesus. We love you. We worship you, Lord. We adore you, Lord. We thank you and praise you, Lord. Hallelujah. Blessed be the name. Hallelujah. Glory. Hallelujah. 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 Oh, Jesus. Hallelujah. Glory. His name is exalted. Hallelujah. Oh, hallelujah, glory, hallelujah. Stodam, Aradhana, Yeshua, Mohodam, Gatave. Worship you, Lord, worship you, Jesus. We worship you, Jesus. We adore you, Lord. We thank you and praise you, Lord. Hallelujah. Oh, we lift the name of Jesus. ഹല്ലേലൂയ. നമുക്ക് ഒരു ദിവസം കൂടി അവിടുത്തെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, അവിടുത്തെ സന്നിധിയിലായിരിക്കുവാൻ, ആത്മാവും ജീവനുമായ അവിടുത്തെ തിരുവചനങ്ങൾ കേൾക്കുവാൻ കൃപ തന്ന ഈ അവസരത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. നമ്മൾ ഞായറാഴ്ചകളിലും അല്ലാത്ത ദിവസങ്ങളിലും സഭയിൽ കടന്നു വരുമ്പോൾ നമുക്ക് പറയാൻ എളുപ്പമാണ്, ആരാധന തുടങ്ങാൻ പോകുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പക്ഷേ ഇന്ന് ഈ സാഹചര്യത്തിൽ നമ്മൾ വീടുകളിലായിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഇരുന്നുകൊണ്ട് തന്നെ ആരാധിക്കും. നമ്മൾ ഇരിക്കുകയോ നിൽക്കുകയോ എന്നുള്ളതല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് കാണുന്ന കർത്താവിനെ, ഭവനങ്ങളിലേക്ക് കടന്നു വരുന്ന ആ യേശുവിനെ എന്തുമാത്രം ആദരവോടെ, എന്തുമാത്രം സ്നേഹത്തോടെ നമ്മൾ ആരാധിക്കുവാൻ, അവിടുത്തെ ഒന്ന് കേൾക്കുവാൻ നമ്മളിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ഈ അവസരം തന്ന നല്ലവനായ സ്നേഹം മാത്രമായ യേശുവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് കരങ്ങൾ ഉയർത്തി ഈ പാട്ടിലൂടെ നമുക്ക് ഹൃദയത്തിൽ നിന്ന് പാടി ആരാധിക്കാൻ സാധിക്കട്ടെ. നന്ദിയപ്പ, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. His name is exalted far above the earth. His name is higher than the heavens. His name is exalted far above the earth. Give glory and honor and praise unto His name. No other name but the name of Jesus. No other name but the name of the Lord. No other name but the name of Jesus is worthy of glory, is worthy of honor, is worthy of power and of praise. His name is exalted far above the earth. His name is higher than the heaven. His name is exalted far above the earth. Give glory and honor and praise unto His name. No other name but the name of Jesus. No other name but the name of the Lord. No other name but the name of Jesus is worthy of glory, is worthy of honor, is worthy of power and of praise. No other name but the name of Jesus. No other name but the name of the Lord. No other name but the name of Jesus is worthy of glory, is worthy of honor, is worthy of power and of praise. യേശുവിൻ നാമം ഉയർന്ന നാമം, മറ്റൊരു നാമം വേറെയില്ല. കർത്താവിൻ നാമം ഉയർന്ന നാമം, സ്തുതികൾക്കു യോഗ്യൻ, മഹിമയ്ക്ക് യോഗ്യൻ, പുകഴ്ചയ്ക്കും യോഗ്യനായോരേ.
യേശുവിൻ നാമം ഉയർന്ന നാമം, മറ്റൊരു നാമം വേറെയില്ല. കർത്താവിൻ നാമം ഉയർന്ന നാമം, സ്തുതികൾക്ക് യോഗ്യൻ, മഹിമയ്ക്ക് യോഗ്യൻ, പുകഴ്ചയ്ക്കും യോഗ്യനായോരേ. His name is exalted Far above the earth, His name is higher than the heavens. His name is exalted far above the earth. Give glory and honor and praise unto His name. No other name but the name of Jesus. No other name but the name of the Lord. No other name but the name of Jesus. Is worthy of glory, is worthy of honor, is worthy of power and of praise. No other name but the name of Jesus. No other name but the name of the Lord. No other name but the name of Jesus. Is worthy of glory, is worthy of honor, is worthy of power and of praise. യേശുവിൻ നാമം ഉയർന്ന നാമം, മറ്റൊരു നാമം വേറെയില്ല. കർത്താവിൻ നാമം ഉയർന്ന നാമം, സ്തുതികൾക്ക് യോഗ്യൻ, മഹിമയ്ക്ക് യോഗ്യൻ, പുകഴ്ചയ്ക്കും യോഗ്യനായോരേ. യേശുവിൻ നാമം ഉയർന്ന നാമം, മറ്റൊരു നാമം വേറെയില്ല. കർത്താവിൻ നാമം ഉയർന്ന നാമം, സ്തുതികൾക്ക് യോഗ്യൻ, മഹിമയ്ക്ക് യോഗ്യൻ, പുകഴ്ചയ്ക്കും യോഗ്യനായോരേ. Hallelujah, glory, hallelujah. Worship you, Lord, worship you, Jesus, worship you, Jesus, hallelujah. Yeshua, Aradhana, Yeshua, Mohadam, Gathame, hallelujah, glory, hallelujah. Oh, we love you, we worship you, we adore you, Lord, we thank you and praise you, Lord, hallelujah. Yogyani, hallelujah. Oh, hallelujah, Yogyani, Yeshua, hallelujah. We love you, we worship you, we adore you, Lord, we thank you and praise you, hallelujah. Blessed be thy name, hallelujah. Blessed be thy name, you are great and mighty, Lord, your works are great. We worship you, we adore you, Lord. Hallelujah, Father. യോഗ്യനീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ
യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ, സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീളത്താൽ വീണ്ടെടുത്തു. ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനേ. ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനേ. യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. സൗഖ്യദായകൻ എന്നേശു അടിപ്പിണരാൻ സൗഖ്യം നൽകി. ആശ്രയം നീ എന്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ. ആശ്രയം നീ എന്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ. യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ, സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു
യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. Hallelujah, glory, hallelujah. We worship you, Lord. We adore you, Lord. We thank you and praise you, Lord. Hallelujah. Yeshua, Aradhana, Yeshua, Mahodam. Hallelujah. Blessed be the name. Hallelujah. Glory. Hallelujah. Hallelujah. We love you. We worship you. We adore you, Lord. We thank you and praise you, Lord. Hallelujah. Hallelujah. Aradhana pa. Hallelujah. Aradhana pa. Blessed be the name. Blessed be the name. Blessed be the name. Hallelujah. Glory. Hallelujah. We worship you. We adore you, Lord. We thank you and praise you, Lord. Hallelujah. Glory. Hallelujah. Hallelujah. Stotram Papa. Stotram Yeshua. Stotram. Blessed be the name. Blessed be the name of the Lord. Hallelujah. Glory. Hallelujah. 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 Glory. Hallelujah. 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 The end is servo. Hallelujah. Glory. Hallelujah. Stotram Papa. We love you. We worship you, Papa. We adore you. We thank you and praise you. Blessed be the name. നീ സർവവും നീ എനിക്കുള്ളവൻ നീ എന്റെ സർവവും എല്ലാറ്റിലും നിൻ ജീവൻ പേർക്കായി തന്നതിനാൽ നീ എന്റെ സർവവും എല്ലാറ്റിലും നീ എന്റെ സർവവും നീ എനിക്കുള്ളവൻ നീ എന്റെ സർവവും എല്ലാറ്റിലും നിൻ ജീവൻ പേർക്കായി തന്നതിനാൽ നീ എന്റെ സർവവും എല്ലാറ്റിലും തേനിലും മധുരമായി തേനിലും മധുരമായി യേശു ക്രിസ്തു മാധുര്യമായി രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമായി തേനിലും മധുരമായി തേനിലും മധുരമായി യേശു ക്രിസ്തു മാധുര്യമായി രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമായി എന്റെ സർവവും നീ എനിക്കുള്ളവൻ നീ എന്റെ സർവവും എല്ലാറ്റിലും നിൻ ജീവൻ പേർക്കായി തന്നതിനാൽ നീ എന്റെ സർവവും എല്ലാറ്റിലും നീ എന്റെ സർവവും നീ എനിക്കുള്ളവൻ നീ എന്റെ സർവവും എല്ലാറ്റിലും നിൻ ജീവൻ പേർക്കായി തന്നതിനാൽ നീ എന്റെ സർവവും എല്ലാറ്റിലും തേനിലും മധുരമായി തേനിലും മധുരമായി യേശു ക്രിസ്തു മാധുര്യമായി രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമായി തേനിലും മധുരമായി തേനിലും മധുരമായി യേശു ക്രിസ്തു മാധുര്യമായി രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപ
കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ. Glory, hallelujah. We worship you, we adore you, Lord. We thank you and praise you, Lord. Hallelujah. Blessed be thy name. Hallelujah. Glory, hallelujah. Jesus, hallelujah. Thank you, Jesus. Thank you, Holy Spirit. Thank you, Apostle. Thank you, Jesus. We worship you, we adore you, Lord. Hallelujah. Blessed be thy name. Hallelujah. Stotram. Yeshua Aradhana, Yeshua Mahatam Katave. Hallelujah. You're mighty, you're wonderful, you're precious. We thank you for the wonderful things you are doing in our midst, Papa. We thank you for thy power manifesting in our midst, in our circumstances. Oh, in our needs, Lord. Hallelujah. ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ, ഞങ്ങൾക്കെതിരെ വരുന്ന പൈശാചിക സ്വാധീനങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അത്യന്ത ശക്തിക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു, അപ്പാ. We thank you for blessing us with thy ministering angels surrounding us. We love you, we worship you, we adore you, Lord. We thank you for the great victory of the cross we are having in Jesus. You are mighty, you are wonderful, hallelujah. Your works are great, Papa. We love you, we worship you, we adore you, Lord, hallelujah. സ്തുതിക്കാം നമ്മൾ നന്ദിയാൽ, hallelujah. Thank you, Jesus. Thank you and praise you, hallelujah. Blessed be the name, hallelujah. Hallelujah. Stop. നമ്മൾ സ്തുതിക്കാം പരിശുദ്ധനെ സ്തുതിക്കാം പുത്രനെ തന്ന ദൈവത്തെ സ്തുതിക്കാം സ്തുതിക്കാം നമ്മൾ സ്തുതിക്കാം പരിശുദ്ധനെ സ്തുതിക്കാം പുത്രനെ തന്ന ദൈവത്തെ സ്തുതിക്കാം ആയതാ ദുർബലൻ ഞാൻ ബലവാനായി സാധു ഞാനും യേശുവിന്റെ രക്ഷകൻ ആയതാ ദുർബലൻ ഞാൻ ബലവാനായി സാധു ഞാനും ധന്യനായി യേശു എന്റെ രക്ഷകൻ ആയതാ സ്തുതിക്കാം നമ്മൾ നന്ദിയാൽ സ്തുതിക്കാം പരിശുദ്ധനെ സ്തുതിക്കാം പുത്രനെ തന്ന ദൈവത്തെ സ്തുതിക്കാം സ്തുതിക്കാം നമ്മൾ നന്ദിയാൽ സ്തുതിക്കാം പരിശുദ്ധനെ സ്തുതിക്കാം പുത്രനെ തന്ന ദൈവത്തെ സ്തുതിക്കാം ആയതാ ദുർബലൻ ഞാൻ ബലവാനായി സാധു ഞാനും ധന്യനായി യേശുവിന്റെ
യേശു എന്റെ രക്ഷകൻ ആയതാ വണങ്ങാം നമ്മൾ ഭക്തിയാൽ വണങ്ങാം പരിശുദ്ധനെ വണങ്ങാം പുത്രനെ തന്ന ദൈവത്തെ വണങ്ങാം വണങ്ങാം നമ്മൾ ഭക്തിയാൽ വണങ്ങാം പരിശുദ്ധനെ വണങ്ങാം പുത്രനെ തന്ന ദൈവത്തെ വണങ്ങാം ആയതാ ദുർബലൻ ഞാൻ ബലവാനായി സാധു ഞാനും ധന്യനായി യേശുവെന്റെ രക്ഷകൻ ആയതാ ആയതാ ദുർബലൻ ഞാൻ ബലവാനായി സാധു ഞാനും ധന്യനായി യേശുവെന്റെ രക്ഷകൻ ആയതാ give thanks with a grateful heart give thanks to the Holy One give thanks because He's given Jesus Christ His Son give thanks with a grateful heart give thanks to the Holy One give thanks because He's given Jesus Christ His Son and now let the weak say I am strong let the poor say I am rich because of what the Lord has done for us and now let the weak say I am strong let the poor say I am rich because of what the Lord has done for us give thanks with a grateful heart give thanks to the Holy One give thanks because He's given Jesus Christ His Son give thanks with a grateful heart give thanks to the Holy One give thanks because He's given Jesus Christ His Son and now let the sick say I am healed let the bound say I am free because of what the Lord has done for us and now let the sick say I am healed
bound, say, I am free, because of what the Lord has done for us. ഹല്ലേലൂയ. യേശുവിനെല്ലാ സ്തോത്രവും ആരാധനയും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി കർത്താവിൻ്റെ കൃപയാൽ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരാൻ കിട്ടിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ചകളിലും മാസങ്ങളിലും ഒക്കെ ആയിട്ട് വളരെ ആത്മാർത്ഥമായിട്ടും ദാഹത്തോടും ഒക്കെ കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിലെ വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശുവിനോട് കൂടി ആയിരിക്കുക, ബി വിത്ത് ജീസസ്. അതാണ് നമ്മുടെ ശ്രദ്ധ ഇന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കത്തുള്ളൂ. യേശുവിനെ അറിയുന്നില്ലെങ്കിൽ, യേശുവിനെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ, യേശുവായിട്ടുള്ള ഒരു ജീവിതമില്ലെങ്കിൽ, ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് മതപരമായ ചില ചടങ്ങുകൾ നമുക്ക് സാധിക്കും. അങ്ങനെയാണ് ഭൂരിഭാഗം പേര്, ഞാൻ ഉൾപ്പെടെ, നമ്മൾ ജനിക്കുമ്പോഴേ അങ്ങനെയുള്ള ഒരു ക്രിസ്തു മതത്തിൽ വീണിരിക്കുക. ആ ക്രിസ്തു മതത്തിൽ ഞാൻ 36 കൊല്ലം ജീവിച്ചപ്പോഴും ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല. അതിന് പകരം മറ്റു പല ആൾക്കാരുടെയും പേരും അവർക്കെല്ലാം പ്രാധാന്യം കൊടുക്കുകയും യേശുവിൻ്റെ കാര്യം ഒട്ട് ആരും പറയാറുമില്ല, വചനമൊട്ട് വായിച്ചിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഇത് ആണ് സാത്താൻ ഇന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി. അതിൽ നിന്ന് മോചനം പ്രാപിച്ചവരാണ് ഞാനും നിങ്ങളും, നിങ്ങളെല്ലാവരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും ഇത് കേട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു മോചനം പ്രാപിച്ചിട്ടില്ല, ഇന്നും ക്രിസ്തീയ ജീവിതം ചില ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പാരമ്പര്യങ്ങളിലും ഒതുങ്ങിയ നിൽക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, തെറ്റുപറ്റി. ഇത് അറിയിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ പ്രഭാഷണം. നമുക്ക് ഒരു 3-4 വായനകൾ വായിച്ചിട്ട് ഞാൻ തുടരാം. ഒന്നാമത്തെ വായന അപ്പസ്തോലന്മാരുടെ 4-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയും അവർ പഠിപ്പില്ലാത്ത സാധാരണ മനുഷ്യർ എന്ന് ഗ്രഹിക്കുകയും ചെയ്തപ്പോൾ ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്ന് അവർ മനസ്സിലാക്കി. ആമേൻ. ഏറ്റവും അവസാനം വായിച്ച ആ വചനം ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടിരുന്നത്. എന്നാൽ അതിനു മുമ്പ് പറഞ്ഞു, പത്രോസിൻ്റെയൊക്കെ ധൈര്യം കണ്ടപ്പോൾ, അവർ ഒരു പഠിപ്പുമില്ലാത്ത സാധാരണ മനുഷ്യരായിരുന്നപ്പോൾ, വെറും മീൻ പിടിക്കുന്ന മുക്കോന്മാരായിരുന്നിട്ടും അവരുടെ ധൈര്യം കണ്ടപ്പോൾ ഇവരാലോചിച്ചു, ഇതെങ്ങനെയാണ് ഇവർക്ക് ഇത്ര വലിയ ഒരു അറിവ്, ഇത്ര വലിയ ധൈര്യം? അതിൻ്റെ ഉത്തരം കിട്ടിയത് അവർ യേശുവിൻ്റെ കൂടെയായിരുന്നു. They were with Jesus. 1 തെസ്സലോനിക്ക 4:17. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആമേൻ. എപ്പോഴും എപ്പോഴും, ഇപ്പോൾ മാത്രമല്ല, ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശുവിനോടെ ആയിരിക്കുകയാണ്. കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇപ്പോൾ ഈ ഭൂമിയിൽ യേശുവിൻ്റെ കൂടെ ആയിരിക്കുന്നവരെ മാത്രം വാനമേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. അപ്പോൾ നമ്മൾ എപ്പോഴും യേശുവിൻ്റെ കൂടെ ആയിരിക്കും. ഭൂമിയിലായിരിക്കുമ്പോഴും മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുമ്പോഴും നിത്യമായിട്ടുള്ള യേശുവിൻ്റെ കൂടെ. We will always be with Jesus. യോഹന്നാൻ 14:3. ഞാൻ പോയി സ്ഥലം ഒരുക്കുകയാൽ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് മടങ്ങി വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കും. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും വരും. എന്നിട്ട് ഞാൻ നിങ്ങളെ എൻ്റെ കൂടെ എപ്പോഴും ആയിരിക്കാൻ വേണ്ടി
കൂട്ടിക്കൊണ്ടു പോകും. ലൂക്ക 21:27. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ആമേൻ. ആമേൻ. ഫിലിപ്പിയ 3:20. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്നും കർത്താവായ യേശു ക്രിസ്തു രക്ഷകനായി വരുമെന്നോർത്ത് നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അവിടുന്ന് സകലത്തെയും നിയന്ത്രിക്കുവാൻ മതിയായ തൻ്റെ ശക്തിയാൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ആമേൻ. 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 ഇതാണ് യേശുവിൻ്റെ കൂടെ എപ്പോഴും ആയിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളൊന്ന് പുറകോട്ട് പോവുകയാണ്. ഇത് ഇത്രയും പറയാൻ കാര്യം, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ഇത്രയും വായിച്ച് കേട്ടതിൻ്റെ കാര്യം ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ നമ്മൾ എവിടെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? എഫേസോസിൻ്റെ 1-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായി ഇരിക്കുവാൻ ലോകസ്ഥാപനത്തിനു മുൻപ് തന്നെ അവിടുന്ന് നമ്മെ യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ആമേൻ. ആമേൻ. എന്നതാ വായിച്ചു കേട്ടത്? തൻ്റെ മുമ്പാകെ എപ്പോഴും ആയിരിക്കുവാൻ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് യേശു ക്രിസ്തുവിൽ ആണ്. ആമേൻ. നമ്മൾ ഭൂമിയിലെ കാര്യം ചിന്തിക്കുക. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു വീട്ടുപേരുണ്ട്, എനിക്കും ഒരു വീട്ടുപേരുണ്ട്. എന്നെ മനുഷ്യർ ഇന്ന് അറിയുന്നത് ഞാൻ ആനത്താനത്തിൽ ആണ്. നിങ്ങളുടെ വീട്ടുപേര് എന്നതാ? നിങ്ങൾ ആ കുടുംബത്തിൽ ആണ്. അത് ഈ ഭൂമിയിലുള്ള ഒരു 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 തിരിച്ചറിവാണ്. എന്നാൽ ഭൂമി പോട്ട്, ഭൂമിയിലായാലും വാനമേഘങ്ങളിലായാലും നമ്മളെ ദൈവം സൃഷ്ടിച്ചത് യേശു ക്രിസ്തുവിൽ ആണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ. യേശു ക്രിസ്തുവിനെ ഒരു പടമെടുത്ത് വീട്ടിൽ തൂക്കിയതുകൊണ്ട് കാര്യമില്ല. ഒരു വലിയ കുരിശ് കഴുത്തലിട്ടിട്ട് കാര്യമില്ല. ബൈബിൾ മുഴുവൻ കാണാപ്പാടം പഠിച്ച് പ്രസംഗിച്ചിട്ടും കാര്യമില്ല. യേശു ക്രിസ്തുവിൽ ആണോ? അതാണ് നമ്മുടെ സ്വർഗവും ഭൂമിയും പിശാചുക്കളും അംഗീകരിക്കുന്നത്. നമ്മൾക്കൊരു കുടുംബമുണ്ട്. ആ കുടുംബമാണ് നമ്മൾ യേശു ക്രിസ്തുവിൽ. അത് വളരെ പ്രാധാന്യമാണ്. എന്നാൽ അങ്ങനെയാണ് ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചത്. അവർ യേശു ക്രിസ്തുവിലായിരുന്നു. അവർ എല്ലാ ദിവസവും ദൈവം അവരുടെ കൂടെ ഉലാത്താൻ വരുമായിരുന്നു, നടക്കാൻ വരുമായിരുന്നു. അപ്പോൾ ദൈവവുമായിട്ട് നല്ല കൂട്ടായ്മയായിരുന്നു, നല്ല ഫെലോഷിപ്പായിരുന്നു. എന്നാൽ അവർ ഒരു തെറ്റ് ചെയ്തു. ദൈവം അരുത് എന്ന് പറഞ്ഞത് അവർ ചെയ്തു. നിങ്ങൾ ഈ തോട്ടത്തിലെ ഏത് വൃക്ഷത്തിൽ നിന്നും ഭക്ഷിച്ചോ, പക്ഷേ നന്മതിന്മകളെക്കുറിച്ച് വിവേചിച്ചറിയാവുന്ന വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കരുത്. ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും. ആ നന്മതിന്മകൾ എന്ന് വൃക്ഷം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആഗ്രഹമാണ്. ദൈവത്തിൽ ആശ്രയിക്കാതെ, ദൈവത്തെ കൂടാതെ തൻ്റെ ഇഷ്ടമനുസരിച്ച് തനിക്ക് തോന്നുന്നത് ചെയ്യാനുള്ള ആഗ്രഹമാണ് ആ വൃക്ഷം. അതുകൊണ്ട് അത് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചപ്പോൾ അവർ മരിച്ചു. ആ മരണം ശാരീരികമായ മരണമല്ലായിരുന്നു. അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ദൈവത്തിൻ്റെ ജീവൻ ആകുന്ന യേശു അവർ ഉരിഞ്ഞു മാറ്റിക്കളഞ്ഞു. യേശുവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചപ്പോൾ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ആ മനുഷ്യർ മരിച്ചു. മരണം എന്ന് പറയുന്നത് വേർപാടാണ്. അപ്പോൾ ദൈവവുമായിട്ടുള്ള വേർപാട് സംഭവിച്ചു. അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി, ദൈവസന്നിധിയിൽ നിന്നും പുറത്താക്കി. അങ്ങനെ പുറത്താക്കപ്പെട്ട പിശാചിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന ആദവും ഹവ്വായും പെരുകി വർദ്ധിച്ചതാണ് മനുഷ്യരാശി. ആ മനുഷ്യരാശിയിൽപ്പെട്ടതാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് എല്ലാ മനുഷ്യരും ഈ സമയത്തും ലോകത്ത് എവിടെയെല്ലാം കുഞ്ഞുങ്ങൾ പിറക്കുന്നുണ്ടോ അവരെല്ലാം പിറക്കുന്നത് പിശാചിൻ്റെ രാജ്യത്തായ പിശാചിൻ്റെ അടിമത്തത്തിലാണ്.
അപ്പോൾ ഇവിടുന്ന് ഒരു രക്ഷ. വീണ്ടും നമ്മൾ യേശുവിലേക്ക് വന്നെങ്കിലേ നമുക്ക് ജീവനുള്ളൂ. കാരണം യേശു പറയുന്നു, ഞാനാണ് ജീവൻ, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്ക പോകുന്നില്ല. വീണ്ടും യോഹന്നാൻ 1:4 പറയുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു. വീണ്ടും യേശു പറയുന്നു, ഞാനാണ് ജീവനും പുനരുത്ഥാനവും. അപ്പം ഈ ജീവൻ, ആ ജീവൻ്റെ വൃക്ഷം യേശുവാണ്. ആ യേശുവിനെ കുറിച്ച് പറയുന്നത് അവൻ്റെ പേര് ദൈവവചനമെന്നാണ്. അപ്പോൾ ജീവൻ്റെ വൃക്ഷം യേശുവാണ്, യേശു ജീവൻ്റെ വചനമാണ്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന വചനം അടങ്ങിയിരിക്കുന്ന ബൈബിള് അത് ജീവനാണ്. ആ വചനപ്രകാരം ജീവിക്കുമ്പോഴേ ദൈവത്തിൻ്റെ ജീവനുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും പിറന്നു വീണത് ഒരു മതത്തിലാണ്. ഞാൻ പിറന്നു വീണത് ക്രിസ്തു മതത്തിൽ. നിങ്ങളുടെ മതം എന്നത് എനിക്കറിയത്തില്ല. ഏത് മതമായാലും ദൈവത്തിൻ്റെതല്ല. ദൈവത്തിന് മതമില്ല. ദൈവം സൃഷ്ടിച്ചത് തന്നോട് കൂടി ആയിരിക്കുവാനാണ്. എല്ലാ മനുഷ്യരെ, ഏത് മതമായിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, ഏത് രാജ്യത്തായിക്കോട്ടെ, ദൈവത്തിൻ്റെ ഉദ്ദേശം ഞാനും നിങ്ങളും ലോകത്തിലുള്ള സർവ്വ മനുഷ്യരും യേശുക്രിസ്തുവിലായിരിക്കണം. യേശുക്രിസ്തുവിലല്ലാത്തവന് മരണമാണ്. എന്ന് പറഞ്ഞാൽ നിത്യമായ വേർപാട്, ദൈവത്തിൽ നിന്നുള്ള വേർപാട്. ഇവിടുന്നാണ് നമുക്ക് രക്ഷ വേണ്ടത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വലിയ സ്നേഹം നമ്മൾ കാണുന്നത്. നമുക്ക് വേണ്ടി അവന് മനുഷ്യനായിട്ട് തന്നെ വന്നു. നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിട്ട് വന്നു. നമ്മളെപ്പോലെ തന്നെ എല്ലാ പ്രലോഭനങ്ങൾക്കും അവൻ്റെ അടുക്ക വന്നു. പക്ഷേ പാപം ചെയ്തില്ല. പാപത്തിൻ്റെ മേൽ അവൻ വിജയം പ്രാപിച്ചു. പാപം ചെയ്യാത്തവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു, നമ്മുടെ ശാപം ഏറ്റെടുത്തു, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഏറ്റെടുത്തു. നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷയായ മരണം, ആത്മാവിൽ മരണം, ശരീരത്തിൽ മരണം ആ കുരിശിൽ വഹിച്ചു. 3-ാം ദിവസം ഉത്ഥാനം ചെയ്ത യേശു ഇന്ന് പാപത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലും പിശാചിൻ്റെ മേലും വിജയം ഭരിച്ച യേശു, ആ യേശുവിനെയാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്. മറ്റൊരു യേശുവുണ്ട്. പണ്ട് ഞാൻ അറിയാത്തൊരു യേശു. ഓരോ രൂപത്തിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ രൂപത്തിനകത്ത്, ഒരു പടത്തിൻ്റെ അകത്ത്, ഒരു കുരിശിൻ്റെ അകത്ത്. എന്നാൽ വചനമായിട്ട് അറിയത്തുമില്ല. അവിടെ രക്ഷയില്ല. അതെല്ലാം കുരിശിട്ടവനും ഈ ബൈബിള് കൈ പിടിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നവനും യേശുക്രിസ്തുവിൽ അല്ലെങ്കിൽ മരിച്ചവൻ തന്നെ പ്രസംഗിക്കുന്നു. മരിച്ചവർ കേട്ടിട്ട് ആ മരിച്ചവരുടെ മരണം ഒരിക്കലും മാറത്തില്ല. കാര്യം മരിച്ചവൻ്റെ വചനം കേട്ടാൽ ആരും ജീവിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനും മരിച്ചവനായിരുന്നു, എന്നാൽ ഇന്ന് ഞാൻ ജീവിക്കുന്നു. ഇന്ന് ഈ 40 കൊല്ലത്തോളം ജീവനുള്ള ദൈവത്തിൻ്റെ ജീവൻ കൊണ്ട് നിറഞ്ഞ എന്നെ ദൈവം ഉപയോഗിച്ച് 10,000-ങ്ങളും കോടികളും ആൾക്കാർ ഇന്ന് ജീവനിലേക്ക് കടന്നു വന്നത് എൻ്റെ മിടുക്കല്ല, ദൈവത്തിൻ്റെ ജീവനാണ്. ഈ ജീവനാണ് നമുക്ക് വേണ്ടത്. അതുണ്ടോയെന്ന് നോക്കേണ്ടത്. അപ്പം ആദോ ഹവ്വായും പാപം ചെയ്തപ്പം ഞാനും നിങ്ങളും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? ദൈവത്തിൻ്റെ വചനം ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്കൊന്ന് വായിക്കാം. ഹെബ്രായർ 7-ാം അധ്യായം 9-10 വാക്യങ്ങളൊന്ന് വായിച്ചേ. ദശാംശം സ്വീകരിക്കുന്നവനായ ലേവി തന്നെ അബ്രാഹാമിലൂടെ ദശാംശം നൽകിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം മൽക്കിസദേക്ക് അബ്രഹാമിനെ എതിരേറ്റപ്പോൾ ലേവി തൻ്റെ പൂർവികനായ അബ്രഹാമിൽ ഉണ്ടായിരുന്നുവല്ലോ. ആമേൻ. ആമേൻ. അപ്പം ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണ്. അബ്രഹാം ദശാംശം കൊടുത്തപ്പം ലേവിയും ദശാംശം കൊടുത്തു. പക്ഷെ ലേവി ഒന്നും ഇല്ല, അന്ന് ഈ ഭൂമിയിലില്ല. പിന്നെ ലേവി എങ്ങനെ കൊടുത്തു? വേറെ ഒരു ഭാഷ മലയാളത്തിൽ പറയുന്നത് വളരെ പച്ചയ്ക്ക് പറയാണ്, ലേവി എവിടെയായിരുന്നു? ലേവി അബ്രാഹത്തിൻ്റെ ബീജത്തിലുണ്ടായിരുന്നു. ആ അബ്രാഹത്തിൻ്റെ ബീജം പെരുകി വർദ്ധിച്ചപ്പോഴാണ് ലേവിയും പിന്നെ ഓരോരുത്തരും വന്ന് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. അപ്പോൾ അബ്രാഹത്തിൻ്റെ ബീജത്തിൽ ഇരുന്നു കൊണ്ട് അബ്രാഹാം ദശാംശം കൊടുത്തപ്പോൾ ലേവി കൊടുത്തെങ്കിൽ
ആദോഹവായും പാപം ചെയ്തപ്പോൾ, അന്ന് മനുഷ്യരാശി ഒന്നുമില്ല, ഈ 2 പേരേ ഉള്ളെങ്കിലും ആദം പാപം ചെയ്തപ്പോൾ ഞാനും നിങ്ങളും പാപം ചെയ്തു. എവിടെ? ഞാനും നിങ്ങളും ആദത്തിൻ്റെ ബീജത്തിലുണ്ടായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ വലിയ സ്നേഹമാണ്, നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി വിജയം ഭരിച്ചവൻ ആ യേശുവിനെ നമ്മൾ നമ്മുടെ നാഥനും കർത്താവും രക്ഷകനുമായിട്ട് സ്വീകരിക്കുമ്പോൾ നമുക്ക് ജീവൻ വരുന്നു. അങ്ങനെ ജീവൻ വന്നവരോടാണ് ഈ കഴിഞ്ഞ ആഴ്ചകളൊക്കെ എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ജീവനുള്ളതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും വരിക. അങ്ങനെ വീണ്ടും വരുന്നവരോടാണ് കൊലോസോസ് 3:1-4 വരെ പറയുന്നത്. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ, ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. നിങ്ങളിപ്പോൾ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവിലാണോ? യേശു ക്രിസ്തു നിങ്ങളിലുമുണ്ടോ? എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണം? ക്രിസ്തു വസിക്കുന്നിടത്തെ കാര്യങ്ങൾ അന്വേഷിക്കുക. അല്ലാതെ ഈ ഭൂമിയിലെ കാര്യങ്ങളല്ല. ഈ ഭൂമിയിലെ കാര്യങ്ങൾ നമ്മുടെ ഈ ജഡം, ഈ ശരീരത്തിന് വേണ്ടി, ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമുക്ക് പൈസ ആവശ്യമുണ്ട്, ജോലി ചെയ്യണം. പക്ഷെ അതല്ല നമ്മളെ വിളിച്ചത്, അതിനല്ല. നിത്യമായ ഒരു ജീവിതം, ആ നിത്യമായ ജീവിതം ലഭിക്കുന്നത് എന്നിലുള്ള ആത്മീയ മനുഷ്യനിൽ യേശുക്രിസ്തു കടന്നു വരണം. ഞാനാകുന്ന ആത്മീയ മനുഷ്യൻ യേശുക്രിസ്തുവിലായിരിക്കണം. ഇതുകൊണ്ടാണ് ഹെബ്രായർ 12:1-3 വരെ പറയുന്നതെന്ന് വായിച്ചേക്കാം. സാക്ഷികളുടെ ഇത്ര വലിയൊരു സംഘം നമ്മെ ചുറ്റി നിൽക്കുന്നതിനാൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരോത്സാഹത്തോടെ ഓടാം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കാം. യേശു ക്രിസ്തുവിനെ നോക്കാം. ലുക്കിംഗ് അൺടു ക്രൈസ്റ്റ്, ഇംഗ്ലീഷിൽ പറഞ്ഞ ലുക്കിംഗ് അൺടു ക്രൈസ്റ്റ്. വായിച്ചു. അവിടുന്ന് തൻ്റെ മുൻപിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അവഗണിച്ച് ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ച് നിരാശപ്പെട്ടു പോകാതിരിപ്പാൻ പാപികളിൽ നിന്ന് ഇത്രമാത്രം എതിർപ്പ് സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. ആമേൻ. അപ്പോൾ നമ്മൾ ഇന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ദൃഷ്ടി എങ്ങോട്ടായിരിക്കണം? ഫുൾ ടൈം എപ്പോഴും നമ്മുടെ ദൃഷ്ടി എങ്ങോട്ടായിരിക്കണം? ഈ വചനം പറയുന്നത് ലുക്കിംഗ് അൺടു ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിലേക്ക് നോക്കുക. അല്ലാതെ ഈ ഭൂമിയിലുള്ള കാര്യമല്ല. നമുക്ക് ഈ ഭൂമിയിൽ ഞാൻ പറഞ്ഞല്ലോ ജീവിക്കാൻ വേണ്ടി ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. പക്ഷെ നമ്മുടെ പ്രഥമമായ സൃഷ്ടി, നമ്മുടെ ദൃഷ്ടി യേശുവിലായിരിക്കണം. കാരണം മറ്റുള്ളവരുടെ രക്ഷയും നമ്മളുടെ നോക്കിയാണ് ആശ്രയിക്കുന്നത്. ക്രൈസ്റ്റ് ഇൻ യു ഈസ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി എന്നാണ് പറയുന്നത്, കൊളോസോസിൻ്റെ 1:27. ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതിയരുടെ ഇടയിൽ, വിജാതിയർ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്തവർ, വിജാതിയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്നത് തന്നെ. ആമേൻ. അപ്പോൾ ആ മഹത്വത്തിൻ്റെതായ പ്രത്യാശ അത് എന്നിലും നിങ്ങളിലും എപ്പോഴാണ് പൂർത്തീകരിക്കുക? റോമ 8:19-21 വരെ. ദൈവമക്കൾ വെളിപ്പെടേണ്ടതിന് സർവസൃഷ്ടിയുടെയും അത്യാകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി വ്യർത്ഥതയ്ക്ക് വിധേയമാക്കപ്പെട്ടു. അതിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, പ്രത്യാശയാൽ അതിനെ വിധേയപ്പെടുത്തിയവൻ്റെ ഇഷ്ടത്താൽ തന്നെ. ഈ പ്രത്യാശയോ സൃഷ്ടി തന്നെയും ജീർണതയുടെ ബന്ധനത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടു ദൈവമക്കളുടെ മഹത്വകരമായ സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നത്രേ. ആമേൻ. നമുക്ക് ഒന്നുകൂടെ വായിക്കാം. 1 പത്രോസിൻ്റെ 5:10. തൻ്റെ നിത്യമഹത്വത്തിലേക്ക്
ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. ആമേൻ. ആമേൻ. ഇതാണ് നമ്മുടെ പ്രത്യാശ. യേശുക്രിസ്തുവിലേക്ക് നോക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഒരു ദിവസം നമ്മളിങ്ങനെ ഒരു ദിവസം യേശുക്രിസ്തു നമ്മളെ അവൻ്റെ രൂപത്തിലും ഭാവത്തിലും അവൻ്റെ ഛായയിലേക്കും നമ്മളെ പൂർത്തീകരിച്ചു കൊണ്ടുവരും. റോമാ 8:29. ദൈവം മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാകുവാൻ അവിടുന്ന് മുൻ നിയമിച്ചിരിക്കുന്നു. ആമേൻ. അത് അവിടുത്തെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകേണ്ടതിനാണ്. ആമേൻ. ഓക്കേ. 1 യോഹന്നാൻ 3:2. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു. ഒരു കാര്യം നമുക്കറിയാം കേട്ടോ. നാം അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. ആമേൻ. ആമേൻ. അതിലേക്കാണ് നമ്മളോട് പറയുന്നത്. എപ്പോഴും യേശുവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. കാര്യം രൂപാന്തരപ്പെട്ട് നമ്മളെ കൊണ്ടുപോകാൻ യേശു വരുമ്പോൾ നമുക്കറിയാം ഒരു കാര്യം, നമ്മൾ അവനെ പോലെ ആയിരിക്കും. ഈ പ്രത്യാശ നമുക്ക് തരുന്ന ഒന്ന് നമ്മുടെ പുനരുത്ഥാനമാണ്. നമുക്കൊരു പുനരുത്ഥാനമുണ്ട്. നമ്മൾ മരിച്ച് ശവക്കോട്ടയിൽ കിടക്കാൻ പോകുന്നില്ല. നമ്മൾ ഈ ശവക്കോട്ടയിൽ നമ്മളും ഉയർത്തെഴുന്നേൽക്കും. നമ്മുടെ പ്രത്യാശയാണത്. റോമാ 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആമേൻ. അത് തന്നെയല്ല, സ്വർഗീയമായ നമുക്കൊരു ഇൻഹെറിറ്റൻസ്, മലയാളത്തിൽ എന്താ ഇൻഹെറിറ്റൻസ്? നമ്മുടെ അവകാശം. സ്വർഗീയമായ ഒരു വീതമുണ്ട്, ഒരു ഇൻഹെറിറ്റൻസ് ഉണ്ട്. അതാണ് 1 പത്രോസിൻ്റെ 1:3-4 വരെ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അവകാശത്തിനായിട്ട്, ഇൻഹെറിറ്റൻസ്, അവകാശത്തിനായിട്ടാണ് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ആമേൻ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അതെനിക്കൊരു ഉറപ്പാണ്, ഒരു ഗ്യാരണ്ടിയാണ്. എനിക്ക് സ്വർഗീയമായ ഒരു അവകാശമുണ്ട്, അത് ലഭിക്കുമെന്ന്. അതാണ് എഫേസോസിൻ്റെ 1:14 പറയുന്നത്. തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി അവിടുന്ന് വീണ്ടെടുക്കുന്നത് വരെയും നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദാനത്തിൽ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് മുദ്രയിട്ടിരിക്കുന്നു. നമ്മുടെ അവകാശമാണ് അത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് എന്നതാണ്? ബി റൂട്ടഡ്. ഞാൻ ഇംഗ്ലീഷിൽ പറയുന്ന കാര്യം മലയാളത്തിൽ വരുമ്പോൾ അത്രയും ഭംഗിയാവുന്നില്ല. ബി റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് ഇൻ ഹിം. എഫേസോസ് 3:17. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. കൊളോസോസിന്റെ 2:7 കൂടെ വായിച്ചു. നിങ്ങൾ ക്രിസ്തുവിനെ കർത്താവായി കൈക്കൊണ്ടതുപോലെ അവിടുത്തോടുള്ള കൂട്ടായ്മയിൽ നടക്കുവിൻ. ക്രിസ്തുവിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ നിറഞ്ഞു കവിഞ്ഞും ഇരിക്കുവിൻ. ആമേൻ. ആമേൻ. ഇത്രയും കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക്
ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഞാൻ ആഴത്തിൽ വേരൂന്നി യേശുക്രിസ്തുവിലായിരിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ കേട്ടതാണല്ലോ, ആഴത്തിൽ വേരൂന്നി, ബി റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. എങ്ങനെയാണ്? ഒന്നാമത്തെ കാര്യം, യേശുക്രിസ്തുവിനെ നാഥനായിട്ട്, കർത്താവായിട്ട്, ഉടമസ്ഥനായിട്ട് നമ്മൾ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ യേശു, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ആ വചനം ഞാൻ വായിക്കുകയല്ല, പഠിക്കുകയല്ല, പ്രസംഗിക്കുകയല്ല, അതിലുപരി ആ വചനം ഞാൻ ജീവിക്കണം. ആ വചനം ജീവിക്കുമ്പോൾ ആ വചനം കന്യകാമറിയത്തിൽ എങ്ങനെ മാംസം ധരിച്ചോ ആ വചനം എന്നിലും മാംസം ധരിക്കും. അതാണ് കൊളോസോസ് 2:6 പറയുന്നത്. വായിച്ചോ. നിങ്ങൾ ക്രിസ്തുവിനെ കർത്താവായി കൈക്കൊണ്ടതുപോലെ അവിടുത്തോടുള്ള കൂട്ടായ്മയിൽ നടക്കുവിൻ. രണ്ടാമത്തെ കാര്യം, നല്ലതുപോലെ കർത്താവ് നേരിട്ടും കർത്താവ് തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ദാസന്മാരെ നിങ്ങളുടെയൊക്കെ സഭയിൽ പാസ്റ്ററെന്നോ അപ്പസ്തോലെന്നോ ദൈവദാസെന്നോ ഒക്കെ വിളിക്കപ്പെടുന്ന ആൾ വഴി കേൾക്കുന്ന വചനം അത് വായിച്ചും പഠിച്ചും കേട്ടും ഇരിക്കുക. അതാണ് കൊളോസോസ് 2:7 പറയുന്നത്. ക്രിസ്തുവിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ നിറഞ്ഞു കവിഞ്ഞും ഇരിക്കുവിൻ. ആമേൻ. മൂന്നാമത്തെ കാര്യം ആ വചനത്തിലുണ്ട്. കൊളോസോസ് 2:7 പറയുന്നത് മൂന്നാമത്തെ കാര്യമാണ് സ്തോത്രത്തിലായിരിക്കുക. നിങ്ങൾ കേട്ടതും പഠിച്ചതും അത് ജീവിച്ചുകൊണ്ട് എപ്പോഴും സ്തോത്രത്തിലായിരിക്കുക. അതായത് നന്ദിയുള്ള ഒരു ഹൃദയം. ഹാവ് എ ഗ്രേറ്റ്ഫുൾ ഹാർട്ട്. നാലാമത്തെ കാര്യം, ലോകം ഓർത്തോണം, ലോകം പിശാചിൻ്റെയാ. ലോകം ഭരിക്കുന്ന പിശാച. യേശു പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിൻ്റെ രാജാവിനെ എന്നെ വരുന്നെന്ന് എൻ്റെ അടുക്കൽ. അപ്പോൾ യേശു പോലും പിശാചിനെ വിളിക്കുന്നത് ലോകത്തിൻ്റെ രാജാവെന്നാണ്. അപ്പം ലോകം അവൻ്റേതാണ്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ വഴികളെ പോകരുത്. സങ്കീർത്തനം 1:1. ദുഷ്ടന്മാരുടെ ഉപദേശപ്രകാരം നടക്കുകയോ പാപികളുടെ വഴിയിൽ നിൽക്കുകയോ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയോ ചെയ്യാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ ലോകത്തിന്റെ വഴി കൂടെ പോകരുത്. അതേ വചനം ആണ് പറഞ്ഞത്. ഇത് ശ്രദ്ധിച്ച് കാണുകയല്ല, നല്ല കമ്പനി, കീപ് ഗുഡ് കമ്പനി. നിങ്ങൾക്ക് ദൈവത്തിലേക്ക്, യേശുവിലേക്ക് വളരാൻ പറ്റിയ ഒരു കൂട്ടായ്മയിലേക്ക്. ഒന്നുകൂടെ വായിക്കാം, സങ്കീർത്തനം 1:1. ദുഷ്ടന്മാരുടെ ഉപദേശപ്രകാരം നടക്കുകയോ പാപികളുടെ വഴിയിൽ നിൽക്കുകയോ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയോ ചെയ്യാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ യഹോവയുടെ ന്യായപ്രമാണത്തിൽ പ്രമോദിക്കുന്നു. ആ ന്യായപ്രമാണത്തെ അവൻ രാവും പകലും ധ്യാനിക്കുന്നു. നീർച്ചാലുകൾക്കരികെ നട്ടതും യഥാകാലം ഫലം നൽകുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ ചെയ്യുന്നതൊക്കെയും സഫലമാകും. അപ്പോൾ അവിടെ പറഞ്ഞതനുസരിച്ച് ചുരുക്കി പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കീപ് ഗുഡ് കമ്പനി. ദുഷ്ടന്മാരുടെ കൂടെ കൂടരുത്. ദുഷ്ടൻ എന്ന് വചനം പറയുന്നത് യേശുവിനെ അറിയാത്തവരും യേശുവിനെ സ്വീകരിക്കാത്തവരും. എന്നാൽ വലിയ ക്രിസ്തു മതത്തിലെ വലിയ പുണ്യാളനായിരിക്കും, പക്ഷേ യേശുവില്ല. അവനെയാണ് ദുഷ്ടൻ എന്ന് വിളിക്കുക. അപ്പം ഈ ദുഷ്ടന്മാരുടെ കൂടെ നടക്കരുത്. നേരെ മറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ ആനന്ദം കണ്ടെത്തുക. അതാണ് നമ്മൾ വായിച്ചു കേട്ടത്. സങ്കീർത്തനത്തിൻ്റെ 1-2 വായിച്ചായിരുന്നോ? വായിച്ചു. ഓക്കെ. മൂന്നാമത്തെ കാര്യം നമ്മൾ കാണുന്നത്, നിങ്ങൾ വായിക്കുന്ന ആ വചനം നിങ്ങൾ ധ്യാനിക്കുക. പിന്നെ കേട്ടത് ദൈവത്തിൽ ആശ്രയിക്കുക. ജെറമിയ 17:7 പറഞ്ഞ്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്.
അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്ത് അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ആമേൻ. അപ്പം ദൈവത്തിൽ ആശ്രയിക്കുക. അടുത്തത്, നമുക്കെല്ലാവർക്കും പരീക്ഷണങ്ങൾ വരും. അത് ദൈവം നമ്മളെ വളർത്താൻ വേണ്ടി ചില പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ മേലെ കൊണ്ടുവരും. പക്ഷേ പരീക്ഷണങ്ങൾ വന്നാലും ഭയപ്പെടരുത്. ജെറമിയ 17:8 വായിച്ചേ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ആമേൻ. ആമേൻ. അപ്പം ഇങ്ങനെയുള്ളവരുടെ പ്രത്യേകതയാണ് ദൈവരാജ്യത്തിന് വേണ്ടി എപ്പോഴും അവരുടെ ഫലങ്ങൾ കാണും. ആമേൻ. അവർ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും ദൈവരാജ്യത്തിലേക്ക് വേണ്ടി. അപ്പോൾ ആ യേശുവിനോട് കൂടി ആയിരിക്കുന്നവരിൽ ഉണ്ടാകേണ്ട ചില ഫലങ്ങൾ, അതിലൊന്നാണ് നമ്മൾ ആദ്യം കേട്ടതാണെങ്കിലും ഓർപ്പിക്കാൻ, ബോൾഡ്നെസ്, ധൈര്യം. അപ്പസ്തോലന്മാർ 4:13. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയും അവർ പഠിപ്പില്ലാത്ത സാധാരണ മനുഷ്യർ എന്ന് ഗ്രഹിക്കുകയും ചെയ്തപ്പോൾ ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്ന് അവർ മനസ്സിലാക്കി. ആമേൻ. അപ്പോൾ യേശുവിനോട് ആയിരിക്കുമ്പോൾ ഉള്ള ഫലമാണ് ധൈര്യം. ഒന്നിനെയും ഭയപ്പെടുന്നില്ല. നമുക്കാരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ യേശു ക്രിസ്തുവിലാണ്, യേശുവിനോട് കൂടെയാണ്. യേശു നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ചുറ്റും അനേകം മാലാഖമാരുണ്ട്. ആരെ ഭയപ്പെടാനാണ്? രണ്ടാമത്തെ കാര്യമാണ് പവർ, ശക്തി. ലൂക്ക 9:1. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. ആമേൻ. ശക്തി കൊടുത്തു. യേശുവിനോട് ആണെങ്കിൽ ദൈവത്തിൻ്റെ ആയ ശക്തി കാണും. മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു ശക്തി. അത് ഈ ലോകത്തിലെ ശക്തികളല്ല, ദൈവികമായ ശക്തി. മൂന്നാമത് കാര്യം, നമുക്കൊരു അധികാരമുണ്ട്. ലൂക്ക 10:19. ലൂക്ക 10:19. പാമ്പുകളെയും തേളുകളെയും ചവിട്ടി മെതിക്കുവാനും ശത്രുവിൻ്റെ സകല ശക്തിയെയും കീഴടക്കുവാനും ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ആമേൻ. പാമ്പുകളും തേളുകളെന്നും പറയുന്നത് ഈ അണിഞ്ഞു നടക്കുന്നതല്ല. പാമ്പെന്ന് ഉദ്ദേശിക്കുന്നത് പിശാചിനെ, പിശാചിൻ്റെ ഡീമൻസ്, അരൂപികൾ, ഇതൊക്കെ നമുക്കെതിരെ വരും. എന്നാൽ അതിൻ്റെ എല്ലാം മേൽ നമുക്ക് അധികാരമുണ്ട്. അതിനെ ചവിട്ടി നടക്കാൻ പറ്റും. അതിനുള്ള അധികാരം കർത്താവ് നമുക്ക് തന്നിട്ടുമുണ്ട്. നാലാമത്തെ കാര്യം, എളിമ വേണം. എളിമ. അനേകർക്ക് എത്ര ധ്യാനം കൂടിയാലും കിട്ടാത്തൊരു സംഗതിയാണ്. യേശുവിൻ്റെ സ്വഭാവമാണ് എളിമയും ശാന്തശീലനും. മത്തായി 11:29. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ആമേൻ. ആമേൻ. അടുത്തത്, സ്നേഹിക്കാൻ. നമ്മളിൽ യേശു ക്രിസ്തുവിനോട് കൂടിയാണെങ്കിൽ നമ്മളിൽ കാണുന്ന ഫലമാണ് സ്നേഹിക്കാൻ പറ്റും. നമ്മളെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കാൻ പറ്റും. നമുക്കെതിരെ വരുന്നവരെ, നമ്മളെക്കുറിച്ച് പരദൂഷണം പറയുന്നവരെ, നമ്മളെ ഏതെല്ലാം വിധത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ നമുക്ക് അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് ഞാനോ നിങ്ങളോ മനഃപൂർവ്വം എടുക്കുന്നതല്ല, സ്വാഭാവികമായിട്ട് നമുക്ക് അവരോട് ക്ഷമിക്കാൻ സാധിക്കും. ലവ് ആൻഡ് ഫോർഗിവ്നെസ്. സങ്കീർത്തനം 86:5. കർത്താവെ, അങ്ങ് ക്ഷമിക്കുന്നവനും നല്ലവനുമാണ്. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും അത്യന്തം ദയാലുവുമാണ്. ആമേൻ. എഫേസോസ് 4:32. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും
ഹൃദയ ആർദ്രതയോടെ പെരുമാറുവിൻ. ആമേൻ. കൊളോസോസിൻ്റെ 3:13. അന്യോന്യം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുവിൻ. ഒരാൾക്ക് മറ്റൊരാൾക്കെതിരെ പരാതി ഉണ്ടായാൽ ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിപ്പിൻ. ആമേൻ. പ്രിയപ്പെട്ടവരെ, സാധാരണഗതിയിൽ ഇതൊക്കെ കേട്ട സാധാരണ മനുഷ്യർക്ക് ഇതൊക്കെ സാധിക്കുമെന്ന് തന്നെ സംശയമാണ്. എന്നാൽ യേശുക്രിസ്തുവിലായിരിക്കുന്നവർക്ക്, യേശുവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവന് നമ്മളൊന്നും പരിശ്രമിക്കേണ്ട. ഈ ഫലങ്ങൾ സ്വാഭാവികമായിട്ടങ്ങ് വന്നേക്കുക. എളിമ, വിധേയത്വം. അടുത്തതാണ് വിധേയത്വം. 1 പത്രോസ് 2:22, 22-25 വരെ. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിനു മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സുഖമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അലഞ്ഞു നടക്കുന്ന ആടുകളെപ്പോലെ ആയിരുന്നു നിങ്ങൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇടയനും പാലകനുമായവൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ആമേൻ. നമുക്ക് ലൂക്കാ 22:42 കൂടെ വായിക്കാം. ലൂക്കാ 22:42. പിതാവേ, തിരുവിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ആമേൻ. ആമേൻ. യേശു നമുക്ക് തരുന്ന മാതൃകയാണ്. യേശുക്രിസ്തുവിന് മുന്നിൽ കാണാൻ സാധിക്കും അവൻ സഹിക്കാൻ പോകുന്ന വേദനകളും പീഡനങ്ങളും. മനുഷ്യരെല്ലാം അവനെ തുപ്പിയും ആട്ടിയും ചവിട്ടിയും ചാട്ടവാറിനടിച്ചും മുൾക്കിരീടം വെക്കുന്നതും കുരിശുമരണവും എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ മാനുഷികമായ അതാണ് കടന്നു വന്നത്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്ത് മാറ്റണമേ. പക്ഷേ ഉടനെ പറയുകയാണ്, എന്നാൽ എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. അവിടെ വിധേയപ്പെടുകയാണ്. അപ്പം നമ്മൾ യേശുക്രിസ്തുവിലാണ് എന്ന് പറയുമ്പോൾ, യേശുക്രിസ്തുവിനെ അറിയാമെന്ന് പറയുമ്പോൾ, യേശുക്രിസ്തു എന്നിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിൽ കാണേണ്ട ഫലങ്ങളാണിപ്പോൾ കേട്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്നേഹം, വിധേയത്വം, ലവ്, forgiveness, gentleness, humility, submission. ഇതൊക്കെ ഇല്ലാതെ ഞാൻ കൈ ഉയർത്തുമ്പോൾ ആൾക്കാർ താഴെ പോകുന്നു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആൾക്കാർ സുഖപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പിശാചിനെ കാണിക്കാൻ പറ്റും. അത് മനസ്സിലാക്കിക്കോണം. ഇത് ഒരു വ്യക്തി ചെയ്യുമ്പോൾ അവനിൽ യേശുക്രിസ്തു ഉണ്ട് എന്നുള്ളത് പ്രാർത്ഥിക്കുമ്പോൾ സുഖപ്പെടുന്നുണ്ടോ എന്നുള്ളതല്ല, കൈ ഉയർത്തുമ്പോൾ ആൾക്കാർ താഴെ പോകുന്നുള്ളതല്ല. സ്നേഹമുണ്ടോ, എളിമയുണ്ടോ, വിധേയത്വമുണ്ടോ, ശാന്തതയുണ്ടോ, ഇതാണ് യേശു എന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നാഥനും കർത്താവും രക്ഷകനുമായ യേശുവേ, അങ്ങ് തന്ന ഈ വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേ അറിയുന്നു എന്നൊക്കെ ഞങ്ങൾ പറയുമ്പോഴും അവകാശപ്പെടുമ്പോഴും ഞങ്ങളിൽ കാണേണ്ട ഫലങ്ങളെക്കുറിച്ച് നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ കർത്താവേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ആത്മീയമായ കണ്ണുകളും ഒക്കെ ഒന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ദൃഷ്ടി എപ്പോഴും യേശുവിലേക്കായിരിക്കുവാനും ആ യേശുവിൽ മാത്രം ഞങ്ങളുടെ ദൃഷ്ടി പതിക്കുമ്പോൾ യേശുവിൻ്റെ അതേ സ്വഭാവമായ സ്നേഹവും എളിമയും വിധേയത്വവും ശാന്തതയും ഒക്കെ ഞങ്ങളെ കാണുവാനും അത് കണ്ടിട്ടും മറ്റുള്ളവർ നിന്നിലേക്ക് ആകർഷിക്കപ്പെടാനും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനോട് കൂടി തീർച്ചയായിട്ടും കർത്താവേ, നിൻ്റെ അധികാരവും ശക്തിയും അങ്ങ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. കാരണം അങ്ങ് പറഞ്ഞതാണ്, എൻ്റെ നാമത്തിൽ നിങ്ങൾ പിശാചിനെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും എന്നൊക്കെ. കർത്താവേ, അത് മാത്രമാകാതെ അങ്ങയുടെ സ്നേഹവും വിധേയത്വവും എളിമയും എല്ലാം ഉൾപ്പെടെ അങ്ങയുടെ ശക്തി, സ്വർഗീയമായ ശക്തി
ഞങ്ങളിൽ കാണപ്പെടാൻ വേണ്ടി പ്രത്യേകിച്ച് അങ്ങേ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജനത്തിൻ്റെ മേലുണ്ടാകണമേ എന്ന് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. The Lord thy God in the midst of thee is mighty. He will save thee, will rejoice over thee with joy, with joy. Lord thy God, in the midst of thee, the midst of thee, The Lord thy God, in the midst of thee, the midst of thee, He is mighty, He will save thee, He is mighty, He will save thee, will rejoice over thee with joy, with joy. The Lord thy God, in the midst of thee, in the midst of thee, the Lord thy God, in the midst of thee, in the midst of thee, is mighty, He will save thee, is mighty, He will save thee, will rejoice over thee with joy, with joy. He is the God of Abraham. Abraham, He is the God of Isaac. Isaac, He is the God of Jacob. Jacob, He is the God who came down to us. His name is Jesus, 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 Jesus. The name that heals you, Jesus, heals you, the name that saves you, Jesus, saves you, the name above all names, before whom all knees shall bow, all tongue confess that Jesus Christ is Lord. The name above all names, before whom all knees shall bow, all tongue confess that Jesus Christ is Lord. Jesus Christ is Lord. Jesus Jesus Christ is Lord. Jesus Christ is Lord. Jesus Christ is Lord of all nations. Jesus Christ is Lord. Jesus Christ is Lord. Jesus Christ is Lord. Jesus Christ is Lord of all nations. He is the God of righteousness. righteousness, He is the God of justice. justice, His word has overcome the enemy of my soul. He is the mighty deliverer. Jesus Christ is Lord. Jesus Christ is Lord. Jesus Christ is Lord. Jesus Christ is Lord. He is Lord, Jesus Christ is Lord. He is Lord, Jesus